ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഇന്ന് കോംബോ ഓഫറിൽ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. 5 സെറ്റ് കോംബോയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ DTDC വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയക്കുന്നത്. ഓരോ സെറ്റിൻ്റെയും പ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് അല്ല, കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ 2-3 കോംബോ ഒന്നിച്ച് വാങ്ങുന്നവർക്ക് CCയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോംബോ ഒരു ക്രീപ്പർ കോംബോയാണ്. 5 ക്രീപ്പർ പ്ലാന്റ്സ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്ലാന്റ് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ പ്ലാന്റ് ഒട്ടുമിക്കവർക്കും അറിയാം, നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ചിലർ ഈ ചെടിക്ക് വെളുത്തുള്ളി ചെടി എന്ന് പറയാറുണ്ട്. ഇലകൾക്കൊക്കെ ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലുള്ളത് കൊണ്ടാണത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഗാർലിക് വൈൻ ആണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മണിമുല്ലയാണ്. മണിമുല്ലയും എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. വെള്ള നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല. ചെടി പൂക്കുന്ന ആ ഒരു ടൈമിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കും. അപ്പോൾ അടുത്ത പ്ലാന്റ് വരുന്നത് വള്ളിപ്പിച്ചിയാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 4ാമത്തെ പ്ലാന്റ് വരുന്നത് ക്യാറ്റ്സ് ക്ലോയാണ്. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഇതാണ് 4ാമത്തെ പ്ലാന്റ് വരുന്നത്. ആദ്യത്തെ കോംബോയിലെ 5ാമത്തെ പ്ലാന്റ് ആണിത്. ഗ്ലോ വൈൻ പ്ലാന്റ് ആണ്. ഒരു വയലറ്റ് കളറ് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ 5 പ്ലാന്റ് ആണ് ആദ്യത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാർലിക് വൈൻ, മണിമുല്ല, വള്ളിപ്പിച്ചി, ക്യാറ്റ്സ് ക്ലോ, ഗ്ലോ വൈൻ, ഈ 5 പ്ലാന്റ് ആണ് വരിക. അപ്പോൾ ഈ 5 പ്ലാന്റിനോട് റേറ്റ് വരുന്നത് 270 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോംബോ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. കോംബോ 1 എന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഇനി അടുത്ത കോംബോ വരുന്നത് വെർബീന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ്. ആദ്യത്തെ കളർ വരുന്നത് വയലറ്റ് കളറാണ്. നല്ല ഭംഗിയുള്ള കളറാണ് വയലറ്റ്. പൂക്കൾ അല്പം ചെറുതാണ് മറ്റേ കളേഴ്സിനെ അപേക്ഷിച്ച്, പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. രണ്ടാമത്തെ കളർ വരുന്നത് റെഡ് കളറാണ്. ഇതും നല്ല ഭംഗിയുള്ള കളറാണ്. 3ാമത്തെ കളർ വൈറ്റ് കളർ. ഈ 3 കളേഴ്സാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വെർബീനയുടെ ഈ ഒരു സെറ്റ് കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. 3ാമത്തെ കോംബോ വരുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കോംബോയാണ്. ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു വയലറ്റ് പേരയാണ്. വയലറ്റ് കളറാണ് ഇതിൻ്റെ കായ്കൾക്ക് വരിക. രണ്ടാമത്തേത് ഈ ഒരു സ്ട്രോബെറി പേരയാണ്. നല്ല ഡാർക്ക് റെഡ് കളറിൽ കായ്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അടുത്തത് ഫൈക്കസ് പേരയാണ്. സ്ട്രോബെറി പേരയും ഫൈക്കസ് പേരയും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പ്ലാന്റ്സ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇലകളൊക്കെ സെയിം ആണ്. അപ്പോൾ ഇതാണ് 3ാമത്തെ പ്ലാന്റ് വരിക. ഫൈക്കസ് പേരയാണിത്. 4ാമത്തെ പ്ലാന്റ് വരുന്നത് മുന്തിരി പേരയാണ്. വളരെ ചെറിയ കായകൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. പഴുത്താലും കായകൾക്ക് ആ ഒരു വലുപ്പമേ ഉണ്ടാവുകയുള്ളൂ. ഒരു പ്രത്യേക ടേസ്റ്റുള്ള പഴമാണ്. അപ്പോൾ ഈ 4 പ്ലാന്റ്സ് ആണ് 3ാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 പേരയുടെ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 330 രൂപയാണ്. 4ാമത്തെ കോംബോ വരുന്നത് ലണ്ടാന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ്. ആദ്യത്തെ കളറ് റെഡ് കളറാണ്. ഇത് നല്ല ഡാർക്ക് റെഡ് കളറാണ് പൂക്കൾ വരിക. വിരിയുന്ന സമയത്ത് ആ ഒരു ഓറഞ്ച് കളറൊക്കെ ആയിരിക്കും. നല്ല സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ആ ഒരു ഡാർക്ക് റെഡ് കളറിലേക്ക് പൂക്കൾ മാറുകയുള്ളൂ. 2ാമത്തെ കളറ് വരുന്നത് യെല്ലോ കളറാണ്. ഇതാണ് പൂക്കൾ വരുന്നത്. 3ാമത്തെ കളറ് വരുന്നത് വയലറ്റ് കളറ് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ ലണ്ടാന പ്ലാന്റ്സിൻ്റെ കോംബോ ഇതിന് മുൻപ് ഒരു തവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് 4ാമത്തെ കളറ് വരുന്നത് വൈറ്റ് കളറ്. ഈ 4 കളേഴ്സാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 4 കളറ് പ്ലാന്റ്സിനുമായിട്ട് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഈ 4 കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ലാസ്റ്റ് കോംബോ വരുന്നത് 10 പ്ലാന്റ്സിൻ്റെ ഒരു സെറ്റാണ്. അതിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് വയലറ്റ് മുല്ലയാണ്.
ഇതാണ് പ്ലാന്റ് സൈസ് വരിക. മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ്സിലെല്ലാം. അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ്. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് സ്നോ റോസ് പ്ലാന്റ് ആണ്. വെള്ള നിറത്തിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് സ്നോ റോസ്. മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഏഞ്ചലോണിയയുടെ പിങ്ക് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്. നമുക്കിത് കമ്പ് മുറിച്ച് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത്. നാലാമതായിട്ട് ഏഞ്ചലോണിയയുടെ തന്നെ വയലറ്റ് കളർ പൂക്കൾ തരുന്ന പ്ലാന്റ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇത് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ പ്ലാന്റ് വരുന്നത്. അഞ്ചാമതായിട്ട് ഗാൽപീമിയ പ്ലാന്റ് ആണ്. മഞ്ഞ നിറത്തിൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗാൽപീമിയ. അപ്പോൾ ഇതേ ഒരു സൈസ് തന്നെ ആയിരിക്കും പ്ലാന്റ് നമ്മൾ അയക്കുക. ആറാമത്തെ പ്ലാന്റ് വരുന്നത് നന്ദ്യാർ വട്ടത്തിൻ്റെ ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് എന്ന് പറയാം. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ്. പൂക്കൾ സെയിം തന്നെയാണ്, പക്ഷേ ഇലകൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അടുത്ത പ്ലാന്റ് വരുന്നത് ശ്രീലങ്കൻ മുല്ലയാണ്. ശ്രീലങ്കൻ മുല്ല ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു നല്ല പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. ബ്ലൂ ഡേയ്സിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയാണ്, നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അടുത്ത പ്ലാന്റ് വരുന്നത് നാടൻ ജമന്തിയാണ്. വെള്ളപ്പൂക്കൾ തരുന്ന നാടൻ ജമന്തിയുടെ പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ് വരിക. ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് നീലക്കൊടുവേലിയാണ്. ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ 10 പ്ലാന്റ് ആണ് അഞ്ചാമത്തെ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 10 പ്ലാന്റ്സിനുമായിട്ട് റേറ്റ് വരുന്നത് 450 രൂപയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ്സ് ഒക്കെ വരിക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. ഇനി കോംബോ ആയിട്ടല്ലാതെ സിംഗിളായിട്ട് നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് കാറ്റലോഗിലുണ്ടാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. നാളെ പതിവ് പോലെ നമ്മുടെ സെയിൽ വീഡിയോ ഉണ്ടായിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.